ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ സമയം നമ്മൾ നന്നായി മാനേജ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഹോംവർക്കേഴ്സിന് ഒരു ജോലി മാത്രമല്ല, ഒരുപാട് ജോലിയുടെ ഒരു ലിസ്റ്റാണ് ഡെയിലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ടൈം ശരിയായി പ്ലാൻ ചെയ്താൽ സ്ട്രെസ് കുറയ്ക്കാനും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് കൂടുതലായി കിട്ടാനും ഇത് സഹായിക്കും. ലേസിനെസ് ഒക്കെ മാറി നമ്മുടെ ഡേയ്സ് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ചില ഈസി ആൻഡ് എഫക്റ്റീവ് ടിപ്സ് ആണ് ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്താൽ നിങ്ങളുടെയും ദിവസങ്ങൾ സ്മൂത്ത് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഒക്കെ നടക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള എൻ്റെ മോട്ടിവേഷൻ. എൻ്റെ തുടർന്നുള്ള വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. ഞാനിവിടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ടൈം വെച്ചാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയോ അതുപോലെ നിങ്ങളുടെ ടൈം വെച്ച് എഴുതി വെക്കുകയോ ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം നന്നായി മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും സെയിം ആണ്, 24 hours. അതിൽ ഒരു 7 hours, ഒരു 6 to 7 hours നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ബാലൻസ് ഒരു 17 hours ഉണ്ട്. ഈ 17 hours എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്നതാണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും പ്രൊഡക്റ്റീവ് ആവാനും ഹാപ്പി ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്താൽ ഒരു ദിവസം ഫുള്ള് സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. ഈ 17 hours നമുക്ക് സ്മൂത്തായി എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ 17 hours 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോർണിംഗ് റൊട്ടീൻ, ആഫ്റ്റർനൂൺ റൊട്ടീൻ, ഈവനിങ് റൊട്ടീൻ, നൈറ്റ് റൊട്ടീൻ, ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഒരു ഓർഡറിൽ നടക്കും. സ്ട്രെസ് കുറയുകയും ചെയ്യും, എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഓരോ ദിവസവും നമ്മൾ മോർണിംഗ് എണീക്കുന്നു, വീട്ടിലെ എല്ലാം നന്നായി നടത്തുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ക്ലീനിങ്, കിഡ്സ് കെയർ എല്ലാം നമ്മൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്താറേ ഇല്ല. അപ്പോൾ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമയം എപ്പോഴും നമ്മുടെ കൺട്രോളിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങൾക്കും നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാണ്. അത് ചിലപ്പോൾ ഒന്ന് ഫോൺ എടുത്ത് അത് സ്ക്രോൾ ചെയ്തായിരിക്കും, ചിലപ്പോൾ മണിക്കൂറുകളോളം പോകും. അങ്ങനെ നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും തിരക്കാണ്, ഒന്നിനും ടൈം തികയുന്നില്ല എന്നൊരു തോന്നല്, പിന്നെ ഒരു ലേസിനെസ്, ആകെപ്പാടെ സ്ട്രെസ്സായിട്ട് അല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഇന്ന് നമുക്ക് എങ്ങനെ സ്ട്രെസ് കുറച്ച് സമയം സേവ് ചെയ്തുകൊണ്ട് അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ മോർണിംഗ് റുട്ടീൻ ഒരു 4:15, രാവിലെ 4:15 തൊട്ട് ഒരു ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കൊടുത്തിട്ടുള്ളത്. രാവിലെ ഞാൻ എഴുന്നേക്കുന്ന ആ ഒരു ടൈം വെച്ച് തുടങ്ങിയിട്ടാണ് എൻ്റെ ഇത് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുന്നേക്കുന്ന ഒരു ടൈം മാക്സിമം എത്രയും നേരത്തെ എഴുന്നേക്കാൻ പറ്റുമോ അത്രയും നേരത്തെ, ഒരു 6 to 7 hours സ്ലീപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ടൈമും ഇതുപോലെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു 4:15 തൊട്ട് 12 മണിക്കുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആകുന്നത് വരേക്കും ഒരു 15 മിനിറ്റ് ടൈമാണ് മാറ്റിവെക്കുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് സെൽഫ് കെയറിന് വേണ്ടിയിട്ടും. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സിറം അപ്ലൈ ചെയ്യാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഒരു ലിപ് ബാം ഇടുക, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള രാവിലെ ചെയ്യേണ്ട കുറച്ച് സ്കിൻ കെയറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം പ്രെയർ വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥന ചെയ്യേണ്ടവർ അങ്ങനെ പ്രാർത്ഥന ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പിന്നെ ഒരു 20 മിനിറ്റ്സ് സമാധാനത്തോടെ ഇരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മോർണിംഗ് ഡ്രിങ്ക് കഴിക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു 1 hour എക്സസൈസിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിവെക്കുന്നത്. അതിൽ ഞാൻ ഒരു ഷോർട്ട് വാക്കോ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യാറ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയാലും ഈ എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മതി. അതിപ്പോൾ യോഗയാണെന്നുണ്ടെങ്കിൽ യോഗ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെച്ചിങ്, അല്ലെങ്കിൽ ചെറിയൊരു വാക്കിംഗ്, അതെല്ലാം ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് ഒരു 1 hour അങ്ങനെ ആ ഒരു ടൈം അങ്ങനെ എടുക്കുക. അത് ഒരു മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും അതിനെടുക്കാൻ നോക്കുക. അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമായും മാറ്റിവെക്കാതെ ഇരിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ലഞ്ച് ബോക്സ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാക്ക് ചെയ്യുക, പിന്നെ അവരെ സ്കൂളിലേക്ക് അയക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ഒന്ന് ചെറുതായിട്ടൊന്ന് കൗണ്ടർ ടോപ്പും പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയും സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കാം. പിന്നെ ഇതിനകത്ത് നമ്മളൊരു മീ ടൈം കണ്ടെത്തുക. അതിൽ നമുക്കൊരു ബുക്ക് വായിക്കുക. ഒരു ബുക്കിൽ ഡെയിലി ഒരു 10 പേജെങ്കിലും വായിക്കാൻ നോക്കുക. അത് നമുക്ക് നല്ലതാണ്. ഒരു 10 പേജെങ്കിലും ഒരു ബുക്ക് വായിക്കാം. പിന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് അതിനെടുക്കാം.
ഡെയിലി ഈ മോർണിംഗ് റൂട്ടീനിൽ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ചെറിയ സമയം എടുക്കുന്ന പോലെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ അത് നമ്മുടെ ഫ്യൂച്ചറിൽ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ആയിരിക്കും. സ്കിൽ എന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആണെങ്കിലും ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനോ എന്തെങ്കിലും ഡിജിറ്റൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ ഓരോ ദിവസം ഒരു 15 to 30 മിനിറ്റ്സ് നമുക്ക് എടുത്താൽ അത് ഒരു 1 year ആകുമ്പോഴേക്കും അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെയായിരിക്കും. പിന്നെ ഇത് ഞാൻ ആഫ്റ്റർനൂണിൻ്റെയും ഈവനിങ്ങിലും ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ടൈമാണ്. ഇതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടേതായ ടൈമിൽ അതൊന്ന് അറേഞ്ച് ചെയ്യാം. ആഫ്റ്റർനൂണിലേക്ക് ഞാനൊരു 12 to 3 മണി വരെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ വെക്കുമല്ലോ, രാവിലത്തെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. രാവിലെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ലഞ്ചെല്ലാം രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ലഞ്ച് കഴിക്കാം നമുക്ക്. പിന്നെ ആഫ്റ്റർ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പും കാര്യങ്ങളും പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക, ഒരു ചെറിയ നാപ്പ് എടുക്കാം. അത് ഒരു 30 to 45 മിനിറ്റ്സ് ഒരു ചെറിയ നാപ്പാകാം. അല്ലെന്ന് ഉറങ്ങാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതുപോലെ തന്നെ ഒരു 30 to 45 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യാനുള്ളവരെയൊക്കെ വീട്ടിലേക്കൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കുക, ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുക, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യാം. അതല്ലാതെ ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഫോൺ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ആ വഴിക്ക് അങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരു കൃത്യമായ ടൈം തന്നെ വെക്കണം. ഇവിടെയും ഒരു 30 മിനിറ്റ് നമുക്കൊരു മീ ടൈം പ്ലാൻ ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബി ആയിരിക്കാം. ചിലർക്ക് റീഡ് ചെയ്യുന്നതായിരിക്കാം ഇഷ്ടം, ചിലർക്ക് എഴുതുന്നത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, അങ്ങനെ എന്താണോ നമുക്കിഷ്ടം ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ് മാറ്റിവെക്കാം ഡെയിലി. പിന്നെ ഈവനിങ് റൂട്ടീനിലേക്ക് വരുമ്പോൾ നമുക്ക് കിഡ്സിനെ ഹോംവർക്കിലോ അവരുടെ ആക്ടിവിറ്റീസിലോ ഒക്കെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ചെറുതായിട്ട് ലിവിങ് ഏരിയ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. ഒരു ഡിന്നർ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ടൈം. പിന്നെന്താ, നെക്സ്റ്റ് മോർണിംഗ് നമുക്ക് ഈസി ആക്കാനായിട്ടുള്ള വെജ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കൊരു മീ ടൈം എടുക്കാം. ഈ മീ ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം അതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പിന്നെ നൈറ്റ് റൂട്ടീനിൽ നമ്മൾ ഡിന്നർ കഴിക്കുക. ഡിന്നറിന് ശേഷം നമ്മുടെ പാത്രങ്ങളും കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിടുക. പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക്, അതായത് നെക്സ്റ്റ് മോർണിംഗിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയൊക്കെ ഒന്ന് വെക്കാം. നൈറ്റ് റൂട്ടീൻ നമുക്കൊരു 7 to 10 വരെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡിന്നർ കഴിക്കുക, ഡിന്നറിന് ശേഷമുള്ള കാര്യങ്ങൾ, പാത്രങ്ങൾ കഴുകുക, കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് മോർണിംഗിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് വെക്കാം. പിന്നെ കുട്ടികളുടെ ബാഗും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം, അവരുടെ യൂണിഫോം എല്ലാം എടുത്തു വെക്കാം. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് ഈസി ആക്കും. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് ബുക്ക് വായിക്കാം. സ്ക്രീൻ ടൈം ഒഴിവാക്കാം. എന്നിട്ട് ബുക്ക് വായിക്കാൻ പകരം എന്നിട്ട് നമ്മൾ 10 മണിക്കാണ് ഉറങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 മണിക്ക് മുന്നേ നമ്മുടെ ഈ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാം. ഇത് നമ്മളെ നമ്മുടെ ഒരു പുതിയ വേർഷനാക്കി മാറ്റും. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്നല്ല, ഫ്ലെക്സിബിൾ ആയി ലൈഫിൽ വരുന്ന സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത് ട്രാക്കിൽ തിരിച്ചു വരുന്നതാണ് മെയിൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം മുതൽ നമുക്ക് വേണ്ടി ഒന്നിനും ടൈമില്ല എന്നാരും പറയണ്ട. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് തന്നെ ഇതൊന്ന് എഴുതി നിങ്ങളുടെ ടൈം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.